ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് ഓപ്ഷണൽ ജേണൽ. നമ്മൾ ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതായത് നമ്മളൊരു ഇൻവോയ്സ്, നമ്മളൊരു സെയിൽസ് നടത്തിയ ശേഷം നമ്മളോട് കസ്റ്റമർ പറയുകയാണ് ആ ഒരു സെയിൽസ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം, എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി, അല്ല എങ്കിൽ നമുക്ക് എനിക്ക് ഓർഡർ കൺഫേം അല്ല, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് നമ്മൾ ഓൾറെഡി ചിലപ്പോൾ ഇൻവോയ്സ് എല്ലാം എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ഒരു 10-50 ഐറ്റംസ് ഒക്കെ ഉള്ള ആണെങ്കിൽ നമുക്ക് വീണ്ടും ആ ഒരു ഇൻവോയ്സ് രണ്ടാമതായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ദിവസത്തേക്ക് അതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കും. നമ്മൾ ഓൾറെഡി മേക്ക് ചെയ്ത ഇൻവോയ്സ് ആണ്. അപ്പോൾ ആ ഇൻവോയ്സ് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കും നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ സ്റ്റോക്കിനൊന്നും ബാധിക്കാത്ത രീതിയിൽ. അതായത് നമ്മൾ ഇപ്പോൾ ആ ഇൻവോയ്സ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് എല്ലാം കുറയും. ശേഷം നമുക്ക് ആ ഓർഡർ പോയില്ല എങ്കിൽ നമ്മളെ അത്രയും ഐറ്റം വീണ്ടും നമ്മളെ കയ്യിലുണ്ടാവും. പക്ഷെ നമുക്ക് വേറെ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരോടൊക്കെ സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആ ഒരു സെയിൽ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇതുമായിട്ട് അത് ബാധിക്കും. നമ്മൾ ഈ ഒരു ഇൻവോയ്സ് നമുക്ക് ഫ്യൂച്ചറിൽ ബാധിക്കും അത്. ഓക്കെ, അപ്പോൾ അത്തരം ഇൻവോയ്സുകൾ, നമ്മൾ മേക്ക് ചെയ്ത ഇൻവോയ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഹോൾഡിങ് എന്നുള്ള ഓപ്ഷൻ മാതിരി ഹോൾഡ് ചെയ്യുന്നത് പോലെ നമുക്ക് ടാലി ഉപയോഗിച്ച് ഓപ്ഷണൽ എന്നുള്ള പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നമ്മളെ റിപ്പോർട്ടിലൊന്നും ബാധിക്കില്ല. പക്ഷെ അത് ഇൻവോയ്സ് ആയിട്ട് അവിടെ ഉണ്ടാവും. ശേഷം നമ്മൾ കസ്റ്റമർ കൺഫേം ആണെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് നമുക്കത് ആക്ടിവേറ്റ് ചെയ്തിട്ട് നോർമൽ ഇൻവോയ്സ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിനായി നമ്മൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ വന്നിട്ട് സപ്പോസ് ഒരു സെയിൽസ് ഇൻവെൻ്ററിയാണ്, സെയിൽസ് ഇൻവോയ്സ് ആണ് നമ്മൾ മേക്ക് ചെയ്യുന്നതെങ്കിൽ നോർമൽ നമ്മൾ സെയിൽസിൻ്റെ ഇൻവോയ്സ് അടിക്കുന്നത് പോലെ ഞാൻ ഡെപ്റ്റേഴ്സിന് നമ്മൾ ഒരു സെയിൽ നടത്തുന്നു. ഞാനിപ്പോൾ ഇവിടെ ഡെലിവറി നോട്ടും കാര്യങ്ങളൊന്നും സെലക്ട് ചെയ്യുന്നില്ല, ഓർഡറും കാര്യങ്ങളൊന്നും സെലക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ജസ്റ്റ് ലോക്കൽ സെയിൽ അടിച്ചു കഴിഞ്ഞു. ഒരു 3-4 ഐറ്റം ഞാൻ സെലക്ട് ചെയ്തു. നമ്മൾ ജസ്റ്റ് ഐറ്റം സെലക്ട് ചെയ്തു. ഓക്കെ, ഒരു ലാപ്ടോപ്പ് ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം സെലക്ട് ചെയ്തു. 5 പീസ് നമ്മൾ എടുത്തുള്ളത്, 5 പീസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ മോണിറ്റർ 5 പീസ് എന്ന് പറഞ്ഞിട്ട് അതൊരു 3 പീസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് തൽക്കാലം ഹോൾഡ് ചെയ്യണം. അപ്പോൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ആക്കണം, ആ ഓപ്ഷൻ ഉപയോഗിക്കണം. അപ്പോൾ അതായത് നമുക്ക് നമ്മളെ റൈറ്റ് സൈഡിൽ നമുക്ക് ഓപ്ഷണൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയും, നമ്മുടെ പോസ്റ്റ് ഡേറ്റിൻ്റെ നേരെ താഴെയായിട്ട്. അതായത് Ctrl+L എന്ന ഷോർട്ട് കട്ട് കീ, അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഡേറ്റ് പോലെ തന്നെ ഇവിടെ ഓപ്ഷണൽ എന്നുള്ളൊരു ഓപ്ഷനായിട്ട് കാണിക്കും. ഓക്കെ, ശേഷം നമ്മളിത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ടിലൊന്നും ബാധിക്കില്ല. അതായത് നമ്മുടെ സ്റ്റോക്കിൻ്റെ റിപ്പോർട്ടിൽ ആ ഒരു ഇൻവോയ്സ് കയറിയിട്ടുണ്ടാവില്ല. അതുപോലെ നമ്മുടെ ഡെപ്റ്റേഴ്സിൻ്റെ അക്കൗണ്ട് അത് കയറിയിട്ടുണ്ടാവില്ല. നമ്മുടെ സെയിൽസിലൊന്നും നമ്മുടെ റിപ്പോർട്ടിൽ എവിടെയോ അത് ബാധകമായിട്ടുണ്ടാവില്ല. അത് നമ്മുടെ എക്സംഷൻ റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, അതിനായി നമ്മളിപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ പോയിട്ട് നമ്മൾ എക്സംഷൻ റിപ്പോർട്ടിൽ ഓപ്ഷണൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അത് നമുക്ക് കസ്റ്റമർ എടുത്ത് നിന്ന് ആക്റ്റീവ്, കസ്റ്റമർ നമുക്ക് പെർമിഷൻ തന്നു, സെയിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പേയ്മെൻറ്റ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, നമുക്ക് നോർമൽ സെയിൽസ് പോലെ നമുക്കത് ആക്റ്റീവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വീണ്ടും ഇവിടെ വന്നിട്ട് റൈറ്റ് സൈഡിൽ തന്നെ റെഗുലർ അല്ലെങ്കിൽ Ctrl+L എന്നുള്ള ഷോർട്ട് കട്ട് കീ ഒന്നുകൂടെ അടിച്ച് കഴിഞ്ഞാൽ നമുക്കത് നോർമൽ ഇൻവോയ്സ് പോലെ ആകും. എന്നിട്ട് നമുക്ക് ഡേറ്റ് മാറ്റണമെങ്കിൽ ഡേറ്റ് മാറ്റി കൊടുക്കാം. അതിൽ ഐറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം, എഡിറ്റിംഗ് എന്തെങ്കിലും ചെയ്യാൻ, ഇൻവോയ്സിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇൻവോയ്സ് എഡിറ്റ് ചെയ്യാം. ശേഷം നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ജസ്റ്റ് സെയിൽ ഇൻവോയ്സ് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്രയാണ് നമുക്ക് ഓപ്ഷണൽ ജേണൽ എന്നുള്ള ഒരു ഓപ്ഷനുമായിട്ട് പഠിക്കാനുള്ളത്.